السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي نزل القرآن بلسان عربي مبين، والصلاة والسلام على أفصح من نطق بالله محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഫങ്ഷണൽ അറബിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അഥവാ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ള നിത്യ ജീവിതത്തിൽ വരുന്ന പൊതുവായ ചില സംഭാഷണ ശകലങ്ങളും ഉപയോഗങ്ങളും ഫ്രേസുകളുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുന്നത്. മിൻ ഫദ്ലിക എന്ന് പൊതുവെ പറയും, പ്ലീസ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പ്ലീസ് നിങ്ങളുടെ എന്തെങ്കിലും സാധനം തരുമോ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തരുമോ, അല്ലെങ്കിൽ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യുമോ. മിൻ ഫദ്ലിക അഗ്ലിഖ് ദാക്കൽ ബാബ്, ആ ഒരു വാതിലൊന്ന് ക്ലോസ് ചെയ്യും. മിൻ ഫദ്ലിക എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്, നിങ്ങൾ ആ പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ കഴിയുമോ. അതൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. ചിലപ്പോൾ നമ്മൾ കേൾക്കാത്തതുകൊണ്ടോ ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടോ ഒക്കെ അവ്യക്തത ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയും, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ കഴിയുമോ. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. ഇംഗ്ലീഷിൽ കുഡ് യു എന്ന് പറയുമ്പോൾ കൂടുതൽ പൊളൈറ്റ്നെസ് വരും. അതേപോലെ അറബിയിൽ പറയാവുന്ന ഹല്ല അഅത്തദാലിക മിൻ ഫദ്ലിക്. ഹല്ല ലാമിൻ്റെ ഒരു അലിഫും കൂടെ വേണം. ഹല്ല അഅത്തദാലിക മിൻ ഫദ്ലിക്, നിങ്ങൾ പ്ലീസ് മിൻ ഫദ്ലിക് ഹല്ല അഅത്തദാലിക, നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ. ഹല്ല അഅത്തദാലിക. ഓക്കെ. താങ്ക്സ്. താങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒരാൾ വീണ്ടും അത് എന്ത് ചെയ്തു, ഉദാഹരണം ഈ ഒരു ഉദാഹരണത്തിൽ തന്നെ അയാൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും മനസ്സിലാക്കി തന്നാൽ നമ്മൾ പറയും ശുക്രാൻ, താങ്ക്സ് എന്ന് പറയാം. ശുക്ർ പറയേണ്ട വ്യത്യസ്ത രൂപമാണ്. ശുക്രൻ ലക്, താങ്ക് യു എന്ന് പറയാം. ശുക്രൻ ജസീലൻ ലക്, താങ്ക് യു വെരി മച്ച്. വെരി മച്ച് നന്നായി, വലിയ നന്ദി എന്ന് പറയുമ്പോൾ ശുക്രൻ ജസീലൻ എന്ന് കൂട്ടും. ഓക്കെ, നിങ്ങളോട് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി എന്നുള്ളതിന് ശുക്രൻ ജസീലൻ ലക്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഒരാളോട് താങ്ക്സ് പറയാവുന്ന. ഇതൊക്കെ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ചില രൂപങ്ങളാണ്. പലപ്പോഴും പല സംഗതികളും നമുക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരോട് പറയാവുന്നതാണ് ശുക്രൻ ലക്, ശുക്രൻ ജസീലൻ ലക്. അപ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മോട് സ്വാഭാവികമായിട്ട് പറയും യു ആർ വെൽക്കം എന്ന് തിരിച്ചിങ്ങോട്ട് പറയും. നമ്മൾ ആരോടാണോ താങ്ക്സ് പറഞ്ഞാൽ അവർ നമ്മോട് ഇങ്ങോട്ട് യു ആർ വെൽക്കം എന്ന് പറയും. അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് അല റഹ്ബി വസ്സ എന്ന് പറയാം. അതല്ല എങ്കിൽ യു ആർ വെൽക്കം എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു സന്ദർഭങ്ങളാണ് ഒരാൾ നമ്മളെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആരെങ്കിലും വരികയാണ്, നമ്മളെ കോളേജിലേക്ക് ആരെങ്കിലും, വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഓരോരുത്തരെ നമ്മൾ സ്വാഗതം ചെയ്യും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് സംഭാഷണം മർഹബൻ ബിക് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അഹ്ലൻ വസഹ്ലൻ എന്ന് പറയാറുണ്ട്. അതേപോലെ പറയാൻ പറ്റുന്ന രൂപമാണ് അല റഹ്ബി വസ്സഅതി. അല റഹ്ബി വസ്സഅതി എന്ന് പറയാം. യു ആർ വെൽക്കം അല റഹ്ബി വസ്സഅ. മറ്റൊന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരാൾ നമ്മോട് നമുക്ക് ഒരാൾക്ക് നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തു, അപ്പൊ അദ്ദേഹം നമ്മോട് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ നന്ദി പറയുമ്പോൾ അല്ല, അതിന്റെ ആവശ്യമില്ല, നന്ദി ഒന്നും പറയേണ്ട. അത് ഡോണ്ട് മെൻഷൻ ഇറ്റ്, അല്ലെങ്കിൽ പറയും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതെന്റെ ഒരു നിർബന്ധമായ കാര്യമല്ലേ, ഞങ്ങളെ സഹായിക്കുന്ന നിർബന്ധമല്ലേ എന്നൊക്കെ രീതിയിൽ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കും. അതിന് അറബിയിൽ പറയാൻ പറ്റുന്ന ഒരു രൂപമാണ് ലാ ദാഇയ ലിശുക്ർ. ലാ ദാഇയ ലിശുക്ർ, നന്ദി പറയേണ്ടതില്ല. ഓക്കെ, ഡോണ്ട് മെൻഷൻ ഇറ്റ് എന്നുള്ള അർത്ഥം. ലാ ദാഇയ ലിശുക്ർ. അടുത്തതാണ് അതേ രൂപത്തിൽ പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് ലാ ശുക്ർ അലാ വാജിബ് എന്നും പറയും. നോട്ട് അറ്റ് ഓൾ. അത് ഒരിക്കലും അങ്ങനെ നിങ്ങൾ എന്നോട് എന്ത് ചെയ്ത് അതിന് നന്ദി പറയരുത്, കാരണം അതിന്റെ നിർബന്ധമായ ഒരു ബാധ്യത നിൽക്ക് ഞാൻ ചെയ്താണ്, എന്തായാലും നിങ്ങളെ സഹായിക്കണ്ടേ എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയും അല്ലെ. ഒരിക്കലും നിർബന്ധത്തിന് ഒരാൾ ശുക്ർ ചെയ്യണ്ടല്ലോ. ആ ഒരു അർത്ഥത്തിൽ ലാ ശുക്ർ അലാ വാജിബ്, അതിന് നിങ്ങൾ നന്ദിയൊന്നും പറയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്താൽ മതി, നന്ദി ശുക്രൊന്നും വേണ്ട എന്ന രീതിയിൽ പല രീതിയിൽ നമ്മൾ പ്രതികരിക്കുമല്ലോ. ആ ഒരു രീതി നല്ലൊരു അറബിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ലാ ശുക്ര അലാ വാജിബ്. ലാ ശുക്ര അലാ വാജിബിൻ. നേരെ അതിന്റെ അർത്ഥം വാജിബ്, നിർബന്ധമുള്ള കാര്യത്തിന് നന്ദി പറയേണ്ടതില്ലല്ലോ എന്നൊരർത്ഥത്തിൽ. ഇനി നമ്മൾ ഗുഡ് നൈറ്റ്, ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ്. പല ആളുകൾ ലൈലത്തുൻ സഈദ എന്നൊക്കെ ഉപയോഗിക്കുന്ന കാണാറുണ്ട്. ഉപയോഗിക്കാൻ തെറ്റ്, അല്ലെങ്കിൽ തോബത്ത് ലൈലത്തുക, തോബത്ത് ലൈലത്തുക്കും, തോബത്ത് ലൈലത്തുക എന്നൊക്കെ പറയും. അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
എന്നാൽ ശരിയാതിന്റെ ഒരു ഉപയോഗം ഗുഡ് നൈറ്റ് എന്നതിന് തുസ്ബിഹു അലാ ഖൈർ എന്നാണ്. ഒരാളാണെങ്കിൽ തുസ്ബിഹു അലാ ഖൈർ, ഗുഡ് നൈറ്റ് എന്നുള്ളത്. ഓക്കെ, അതായത് അതിന്റെ ആശയം നിങ്ങൾ ഇപ്പോൾ ഉഷാറായി ഉറങ്ങി രാവിലെ നല്ല ഉന്മേഷത്തോടെ ഹൈറായ രീതിയിൽ ഒരു സുപ്രഭാതം നേരുന്നു, പ്രഭാതം നേരുന്നു ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തുസ്ബിഹു അലാ ഖൈർ എന്നാണ് ഗുഡ് നൈറ്റിന്. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ തുസ്ബിഹൂന അലാ ഖൈർ, ഒരു പെണ്ണാണെങ്കിൽ തുസ്ബിഹീന അലാ ഖൈർ എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഈ ഹാവ് എ നൈസ് ഡേ, ഒരു നല്ല ദിവസം നേരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാവ് എ നൈസ് ഡേ, അറബിയിൽ തോബ യൗമുക്ക എന്ന് പറയാം. തോബ യൗമുക്ക, ഹാവ് എ നൈസ് ഡേ. ഇനി എക്സ്ക്യൂസ് മീ, നമ്മൾ ഒരാൾ സംസാരിക്കുക അടിയിൽ കയറണോ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസ് മീ എന്ന് പറയും. അപ്പോൾ ഉസ്റൻ എന്ന് പറയാം, അല്ലെങ്കിൽ മഅദിറത്തൻ എന്ന് പറയാം. മഅദിറത്തൻ ഉസ്റൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനുള്ള കാര്യം പറയാം. എക്സ്ക്യൂസ് മീ എന്നുള്ളതിന് മഅദിറത്തൻ, ഉസ്റൻ എന്നൊക്കെ പറയാം. ഉദാഹരണം പോലെ സെന്റൻസ് നമുക്ക് പറയാം, എക്സ്ക്യൂസ് മീ വേർ ഈസ് ടോയ്ലറ്റ്. എക്സ്ക്യൂസ് മീ, എവിടെയാണ് ടോയ്ലറ്റ് എന്ന് എനിക്ക് പറഞ്ഞു. രണ്ടാളുകൾ സംസാരിക്കുന്ന ഇടയിൽ നമുക്ക് എവിടെയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവരുടെ ഇടയിൽ കയറിയാണ് ആദ്യം അവരോട് എക്സ്ക്യൂസ് ചോദിക്കണം, എക്സ്ക്യൂസ് മീ, എന്നിട്ട് നമുക്ക് ചോദിക്കാമല്ലോ എവിടെയാണ് ടോയ്ലറ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചോദ്യം, ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് ഉസ്റൻ അല്ലെങ്കിൽ മഅദിറത്തൻ. ഐന ദൗറത്തുൽ മിയാഹി, വേർ ഈസ് ടോയ്ലറ്റ്. ടോയ്ലറ്റിന് നമ്മൾ ദൗറത്തുൽ മിയാഹ് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അറബിയിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ എയർപോർട്ടുകളൊക്കെ പോകുമ്പോൾ ടോയ്ലറ്റ് എന്നുള്ളിടത്ത് അറബിയിൽ ദൗറത്തുൽ മിയാഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ദൗറത്തുൽ മിയാഹ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്നൊരർത്ഥം, വാഷ്റൂം എന്നൊരർത്ഥം. പിന്നെ നമ്മൾ ഒരാളോട് എല്ലാ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നില്ല, എല്ലാ കാര്യവും ഉഷാർ തന്നെ അല്ലേ എന്ന് പൊതുവെ നമ്മൾ ഒരാളോട് കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ഉപയോഗമാണ് ഹൽ കുല്ലു ഷൈഇൻ അലാ മാ യുറാം. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ തന്നെ, ഉദ്ദേശിക്കുന്ന രീതിയിൽ, പ്രതീക്ഷിക്കപ്പെടുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ. റാമയറൂമു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക കസദ എന്നൊരർത്ഥമാണ്. അപ്പൊ ഹൽ കുല്ലു ഷൈഇൻ അലാ മാ യുറാം എന്ന് ചോദിക്കും, എല്ലാം ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെയാണോ. ഈസ് എവറിത്തിങ് ഓക്കെ, എല്ലാം ഓക്കെ തന്നെയല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാം ഉഷാറാണെന്നുള്ളതിന് ആ ഹല്ലണ ഒഴിവാക്കി പറഞ്ഞാൽ മതി. കുല്ലു ഷൈഇൻ അലാ മാ യുറാം, എല്ലാം കരുതിയ പോലെ തന്നെ നടക്കുന്നുണ്ട്. കുല്ലു ഷൈഇൻ അലാ മാ യുറാം. മറ്റൊന്നാണ്, നമ്മൾ പലപ്പോഴും ചില ആളുകളോട് സോറി ഒക്കെ പറയും, സോറി. അപ്പൊ ആസിഫ്, ഐ ആം സോറി, അന ആസിഫ് എന്ന് പറയാം. ആസിഫ് എന്ന് പറഞ്ഞാൽ സോറി, അന ആസിഫ്, ഐ ആം സോറി. അപ്പോൾ ചിലപ്പോൾ നോ പ്രോബ്ലം, അത് പ്രശ്നമൊന്നുമില്ല. നോ പ്രോബ്ലം പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. നോ വറീസ് എന്ന രീതിയിൽ പല ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട്. ഡോണ്ട് വറി, നോ വറീസ്, നോ പ്രോബ്ലം. അതിന് നമുക്ക് അറബിയിൽ ലൈസ ഹുനാക്ക മുഷ്കില, പ്രശ്നമൊന്നുമില്ല. ലൈസ ഹുനാക്ക മുഷ്കില. ഓക്കെ, അങ്ങനെ പറയാം, ലൈസ ഹുനാക്ക മുഷ്കില. അല്ലെങ്കിൽ വേറൊരു നോ പ്രോബ്ലം എന്നുള്ളതിൽ നമ്മൾ പറയുന്നതാണ് ഇംഗ്ലീഷിലാണ് ഇറ്റ് ഈസ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, അതിന് അറബിയിൽ പറയാൻ പറ്റും വേറെ ലാ ബസ്, കുഴപ്പമില്ല. ലാ ബസ്, പ്രശ്നമൊന്നുമില്ല, വിഷയാക്കണ്ട. ലാ ബസ്, ഇറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ വേറൊരു രൂപമാണ് ഡോൺ വെറി അബൌട്ട് ഇറ്റ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഡോൺ വെറി അബൌട്ട് ഇറ്റ്, അത് നിങ്ങൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, വിഷയാക്കണ്ട എന്ന രീതിയിൽ നമ്മൾ പറയുന്നതാണ്. അതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു, ഈ പറഞ്ഞ ലൈസ ഹുനാക മുഷ്കില ലാബാസൊക്കെ ഉപയോഗിക്കുക. അതേപോലെ മറ്റൊരു ഉപയോഗമാണ് ലാ തഹ്തമ്മ ലിൽ അംരി, ആ കാര്യങ്ങൾ അത്ര ഗൗനിക്കണ്ട, അത്ര വിഷയാക്കണ്ട, അത് ഒഴിവാക്കി, പ്രശ്നമല്ല. ലാ തഹ്തമ്മ ലിൽ അംരി എന്ന് പറയാം, ലാ തഹ്തമ്മ ലിൽ അംരി. പിന്നെ ഞാൻ ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ്, അയാ മിന്നെ ഹറി എന്ന് പറയും. ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അന മുസ്താജിലുൻ, എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് വല്ലാതെ തിരക്കുണ്ട്. അല്ലെങ്കിൽ അന മുസ്താജിൽ എന്ന് പറയാം, അന മുസ്താജിലുൻ അയാ മിന്നെ ഹറി. പിന്നെ ഒരാളുടെ താങ്ക്സ് ഫോർ എവറിത്തിങ്, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദി എന്നതിന് അറബിയിൽ പറയാൻ പറ്റുന്ന രൂപമാണ് ശുക്രൻ അലാ കുല്ലി ഷൈഇൻ. താങ്ക്സ് ഫോർ എവറിത്തിങ്, എവറിത്തിങ്. ശുക്രൻ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും നന്ദി. പിന്നെ നമ്മളിപ്പോ കുട്ടികളൊക്കെ ക്ലാസ്സിലോ അല്ലെങ്കിൽ വലിയ സദസ്സുകളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ നമ്മൾ അവരോട് ഒന്ന് സൈലന്റ് ആണ്, ക്വയറ്റ്, ശാന്തമാവാൻ വേണ്ടി പറയും. പ്ലീസ് ബി ക്വയറ്റ്, ദയവായി ശാന്തരായാലും, പ്ലീസ് ബി ക്വയറ്റ്. ഇതിന് അറബിയിൽ നല്ലൊരു ഉപയോഗം റജാ, പ്ലീസിനെയും നമ്മൾ റജാ എന്ന് പറയാം, യുർജ. അപ്പൊ റജാ ഇൽത്തിസാം ഉൽ ഹുദൂ, ഇൽത്തിസാം അൽ ഹുദൂ, ഇൽത്തിസാം എന്ന് പറഞ്ഞാൽ അത് മുറുകെ പിടിക്കാന്നൊക്കെ ഒരു ആശയം. അൽ ഹുദൂ എന്ന് പറഞ്ഞാൽ സൈലൻസ്, ക്വയറ്റ്, ശാന്തത. അപ്പൊ ശാന്തരായാലും, ഇൽത്തസിം അൽ ഹുദൂ എന്നാണ് പറയുക, ശാന്തരാവും. അപ്പൊ അർറജാ ഇൽത്തിസാം ഉൽ ഹുദൂ, പ്ലീസ് ബി ക്വയറ്റ്, ദയവായി മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ യുർജ എന്ന് പറയാം, യുർജ ഇൽത്തിസാമുൽ ഹുദൂ, യുർജ ഇൽത്തിസാമുൽ ഹുദൂ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
ഓക്കെ, അതായത് കീപ് സൈലൻസ് എന്നൊക്കെ നമ്മൾ പറയാം. ഇൽത്തസിം അൽ ഹുദു, കീപ് സൈലൻസ്, മിണ്ടാതിരിക്കൂ. കീപ് സൈലൻസ്, ഇൽത്തസിം അൽ ഹുദു എന്നാണ് പറയാ. മറ്റൊന്നാണ് സോറി ഐ ആം ലേറ്റ്, ഞാൻ കുറച്ച് നേരം വൈകി പോയി, സോറി. അതിന് നമ്മൾ സോറി പറയും അല്ലേ. വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു 3 ഉപയോഗമാണ് നമ്മളിവിടെ പറയുന്നത്. സോറി ഐ ആം ലേറ്റ് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? അഅ്തദിറു, സോറി, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. ലഖദ് തഅഖർതു, ഞാൻ വൈകിപ്പോയി. ഐ ആം ലേറ്റ്, ലഖദ് തഅഖർതു എന്ന് പറയാം. അതിൽ മറ്റൊന്നാണ് സോറി ഫോർ ദി ഡിലേ, ഈ ഡിലേക്ക് വൈകിപ്പിച്ചതിൽ സോറി. അപ്പൊ ആസിഫുൻ അല തഅഖീർ, ഇത്രയും പിന്തിപ്പിച്ചതിന് ക്ഷമ, സോറി. ആസിഫുൻ അല തഅഖീർ എന്നും പറയാം അറബിയിൽ. അന ആസിഫുൻ, ഐ ആം സോറി. അന ആസിഫുൻ അല തഅഖീർ, തഅഖീർ എന്ന് പറഞ്ഞാൽ ഡിലേ, വൈകിപ്പിക്കുക. അല്ലെങ്കിൽ സോറി ടു കീപ് യു വെയിറ്റിംഗ്, നിങ്ങളെ ഇതുവരെ എന്നെ എന്താ പറയുക വെയിറ്റിംഗ്, ഇതുവരെ നിങ്ങളെങ്ങനെ കാത്തിരുത്തിയതിൽ, എന്നെ നിർത്തിയതിൽ സോറി. സോറി ടു കീപ് യു വെയിറ്റിംഗ് എന്നതിന് അറബിയിൽ പറയാം അഅ്തദിറു അല ഇബ്ഖാഇക മുൻതദിറൻ. അബ്ഖാഇക്കാൻ ഇങ്ങനെ ബാക്കിയാക്കി നിർത്തുക, മുൻതദിറൻ പ്രതീക്ഷിച്ചുകൊണ്ട്, കാത്തിരിക്കുന്നവർ. അപ്പൊ കാത്തിരുന്നുകൊണ്ട് ഇത്രയും സമയം നിങ്ങളെ ഇവിടെ ഇരുത്തിയതിൽ, നിർത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന ആശയം. അപ്പൊ അഅ്തദിറു അല ഇബ്ഖാഇക മുൻതദിറൻ, അഅ്തദിറു അല ഇബ്ഖാഇക മുൻതദിറൻ, സോറി ടു കീപ് യു വെയിറ്റിംഗ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിലും അറബിയിലൊക്കെ നമ്മൾ നേരെ വൈകി എന്നതിന് ക്ഷമ അവിടെ നടത്താവുന്നതാണ്. അടുത്തത് നമ്മൾ പറയും ഓൺലി ജോ, ഞാൻ ഒരു തമാശക്ക് പറയണ, അതൊരു തമാശയായിട്ട് ജോക്കായിട്ട് പറഞ്ഞതാണ്. ഓൺലി ജോക്കിങ് അല്ലെങ്കിൽ ജസ്റ്റ് കിഡിങ്, തമാശ കുട്ടികളെ പറയണ പോലെ പറഞ്ഞതാണ്. ജസ്റ്റ് കിഡിങ് എന്നൊക്കെ പറയും. അപ്പൊ അതിന് അറബിയിൽ അന അംസഹു ഫഖദ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറും തമാശ പറയണം. അന അംസഹു ഫഖദ്, കാര്യത്തിലൊന്നും അല്ല കേട്ടോ, വെറുതെ പറയാണെന്ന് പറയില്ല നമ്മള് ആ ഒരു അർത്ഥത്തിൽ. അന അംസഹു ഫഖദ്, അന അംസഹു ഫഖദ്. അടുത്തത് കുഡ് ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഇപ്പൊ കുട്ടികളോ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴോ കുട്ടികളോ, അല്ലെങ്കിൽ മറ്റ് നമ്മളൊരു ഒരു സദസ്സിൽ സംസാരിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. എനിക്ക് ഞാൻ പറയുന്നത് അല്പസമയം ശ്രദ്ധിക്കൂ. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് നൽകുമോ? കുഡ് ഐ ഹാവ് യുവർ അറ്റൻഷൻ, എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ നൽകുമോ പ്ലീസ്, ദയവായി. കുഡ് ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ് ഇംഗ്ലീഷിൽ ചോദിക്കാം. അതിന് അറബിയിൽ പറയുന്നതാണ് ഹല്ല അർത്ത ഇന്തിബാഹക ലീ മിൻ ഫദ്ലിക്. ശരിക്കും വായ്പ നൽകുക. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് കുറച്ചു നേരം വായ്പ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്നൊരു ചോദ്യമാണ്. ഹല്ല അർത്ത ഇന്തിബാഹ്, ഇന്തിബാഹ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്, അറ്റൻഷൻ. ഹല്ല അർത്ത ഇന്തിബാഹക ലീ മിൻ ഫദ്ലിക്, ഇത് ഒരാളോട് പറയുന്ന പോലെയാണ്. കുറെ ആളുകളുണ്ട് ഹല്ല അർത്തും ഇന്തിബാഹക്കും ലീ മിൻ ഫദ്ലിക്കും എന്ന് പറഞ്ഞാൽ മതി. ഹല്ല അർത്തും ഇന്തിബാഹക്കും ലീ മിൻ ഫദ്ലിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ രൂപം. അടുത്ത വൺ മൊമെന്റ് പ്ലീസ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പൊ വരാം എന്നൊക്കെ രീതി നമ്മൾ പറയില്ലേ. വൺ മൊമെന്റ് പ്ലീസ്, ഒരു സെക്കൻഡ്, ഒരു നിമിഷം എന്ന് പറയൽ. അതിനാണ് ലഹ്ലത്തുൻ മിൻ ഫദ്ലിക്, ലഹ്ലത്തുൻ മിൻ ഫദ്ലിക്, വൺ മൊമെന്റ് പ്ലീസ്, ലഹ്ല മിൻ ഫദ്ലിക്. അപ്പോൾ നിങ്ങൾ സമയം എടുത്തോളൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഖുദ് വഖ്തക്, ടേക്ക് യുവർ ടൈം. ഓക്കെ, നിങ്ങൾ സമയം എടുത്തോളൂ, ടേക്ക് യുവർ ടൈം. ഖുദ് വഖ്തക എന്ന് അറബിയിൽ പറയാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അറബിയിൽ നിത്യോപയോഗത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള പല ഉപയോഗങ്ങളും സെന്റൻസുകളും മാഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഫങ്ഷണൽ അറബിക്കിന്റെ കൂടുതൽ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളും ഉപയോഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.